പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ച ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ജനുവരി ആദ്യവാരത്തിലേക്ക് ചർച്ച മാറ്റിയതോടെ പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇടതുമുന്നണി യോഗത്തിൽ വന്നിട്ടേ ഇല്ല. മാത്രവുമല്ല, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി മാത്രമായിരുന്നു കേവലം 2 മണിക്കൂർ നീണ്ടുനിന്ന ഇടതുമുന്നണി യോഗത്തിലെ മുഖ്യ വിഷയം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് ചോദിച്ചാൽ, താഴെ തട്ടു മുതലുള്ള പരാജയത്തിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മാത്രവുമല്ല, പരാജയം ചെറുതല്ല ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘടകം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും വോട്ടിനെ ആശ്രയിച്ചായിരിക്കും. അത്തരത്തിൽ അവിടെയൊക്കെ ഉണ്ടായ വീഴ്ചകളെക്കുറിച്ച് കാര്യമായ ഒരു പഠനം നടത്താതെ, അല്ലെങ്കിൽ കാര്യമായ വിവരശേഖരണം നടത്താതെ ഒരു ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ എടുത്ത് പോകുന്നതിനോട് മുഖ്യമന്ത്രിയുടെ വിയോജിപ്പ് വ്യക്തമായിരുന്നു. കാരണം എല്ലാ പാർട്ടികൾക്കും ഈ പരാജയത്തിൽ അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗം. ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുവാൻ നേതാക്കന്മാരെല്ലാം വളരെ ആവേശത്തോടു കൂടി എത്തിയിരുന്നു. എന്നാൽ പരാജയ കാരണങ്ങൾ വ്യക്തമാകണം എന്നുണ്ടെങ്കിൽ അതത് ജില്ലകളിലെ വോട്ടുകളിൽ ഉണ്ടായ കുറവ് ഉണ്ടാകാനുള്ള കാരണം, ഇതൊക്കെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ്. അത്തരത്തിലൊരു പഠനത്തിനുള്ള സമയമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ജനുവരി ആദ്യവാരത്തിൽ CPIMൻ്റെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേർന്നതിന് ശേഷമായിരിക്കും ഇനി ഇടതുമുന്നണി യോഗം. ആ ഇടതുമുന്നണി യോഗത്തിൽ കൃത്യമായും ജയപരാജയങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. CPI കഴിഞ്ഞ ദിവസം ഒറ്റയാൾ പട്ടാളം എന്ന തരത്തിലൊക്കെ ചില ആരോപണങ്ങൾ ഉയർത്തിയെങ്കിലും അതൊന്നും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. അത് വരും ദിവസങ്ങളിൽ ഇനി ഉണ്ടാകുമോ എന്ന് പറയാനും കഴിയില്ല. കാരണം കൃത്യമായ ഒരു പഠനം നടത്തിക്കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ പരാജയത്തിന് എല്ലാവരും തുല്യമായി, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. പാർട്ടിയുടെ താഴെത്തട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായൊരു പഠനം അനിവാര്യമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഗ്രാമപഞ്ചായത്തുകളിലാണ് വോട്ടുകൾ നന്നായി കുറഞ്ഞിരിക്കുന്നത്. പാർട്ടി പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറത്തേക്ക് വോട്ടുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ കുറഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണിയുടെ നഷ്ടം ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞത് തന്നെയായിരുന്നു. പക്ഷേ അത് മാത്രം കൂടി കണക്കാക്കണ്ട, നഗരമേഖലകളിലും കാര്യമായ ഒരു തിരിച്ചടി ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിൽ എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഒരു വലിയ ചർച്ചയിൽ എത്തിച്ചേരാനോ ആർക്കും കഴിയത്തില്ല എന്ന് കൃത്യമായി CPIMന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി യോഗത്തിൽ തൽക്കാലം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പരാജയം എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അഭിപ്രായങ്ങൾ രണ്ടാണ്. ചിലർ തുറന്നു പറയുന്നു, ചിലർ മറച്ചു വെച്ച് പറയുന്നു. എന്തായാലും പരാജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, തോൽവി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് 3 മാസത്തിനുള്ളിൽ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള നീക്കം നടത്തണം എന്നുള്ളതാണ് CPIMൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ കടമ്പ. അത് കടക്കുവാൻ ചുമ്മാതെ വഴക്കിട്ടും അല്ലെങ്കിൽ യോഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയും പരസ്പരം പഴിചാരിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി അവർക്കറിയാം. അതാണ് അല്പം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലമായി ഒരു പഠനം നടത്തുക, പഠനത്തിന് ശേഷം എന്ത് തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോകാം എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള പരാജയമുണ്ടായിട്ടുണ്ട്. ആ പരാജയം ചർച്ച ചെയ്യുന്നതിനപ്പുറം ആ പരാജയം മറികടക്കുന്നതിനാവശ്യമായ ചർച്ചകളാണ് അനിവാര്യമെന്നാണ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഗൗരവമുള്ള ചർച്ചകൾ CPIMലുണ്ടാകും, CPIയിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെയും ഒരു കാര്യം വ്യക്തമാണ്, ചില സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ചും SNDP പോലുള്ള സംഘടനാ നേതാക്കന്മാർ, അവർ ആവശ്യമില്ലാതെ പാർട്ടിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരാതെ നോക്കണം. അത് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ചില സ്ഥലങ്ങളിലെങ്കിലും പരാജയത്തിന് അത് വഴിവെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാതെ പറഞ്ഞു പോകാം. ഒരു മതവിഭാഗത്തെ വല്ലാതെ കടന്നാക്രമിക്കുന്ന രീതി ശരിയല്ല. അതിൽ നിന്ന് പിന്തിരിയണം. അത് പാർട്ടിക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ CPIM അത് പരിശോധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർണ്ണപ്പാളി വിവാദവും
ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമൊക്കെ പാർട്ടിക്ക് പരാജയത്തിന് വേണ്ടിയുള്ള വഴിയൊരുക്കി എന്നുള്ളത് വളരെ വ്യക്തമായി നേതാക്കന്മാർക്കറിയാം. പക്ഷേ തൽക്കാലം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPIMൻ്റെ നേതാക്കന്മാരും CPI നേതാക്കന്മാരുമൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം. ഈ 3 മാസം കൊണ്ട് സ്വർണ്ണപ്പാളി വിവാദവും അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൻ്റെ പകുതി വഴിയിലേ എത്തിയിട്ടുള്ളൂ. ഇനിയും അത് നീണ്ടുപോകും അന്വേഷണം. വളരെ വേഗത്തിൽ അന്വേഷിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ CPIMന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് അല്പം ആശ്വാസമാകും. പക്ഷേ ഒരു കാര്യം അവർ വിട്ടുപോയി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന 2 CPIM നേതാക്കന്മാരുണ്ട്, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. ഇവർക്കെതിരെ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചാൽ മതിയായിരുന്നു, ഒന്നുകിൽ തരം താഴ്ത്തിയാലെങ്കിലും മതിയായിരുന്നു. പക്ഷേ ആ നടപടി വൈകിയതും ഒരു പരിധിവരെ പാർട്ടിക്ക് ദോഷം ചെയ്തുവെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി യോഗം ചേരും. പരസ്പരം വിഴുപ്പലക്കാനുള്ള സാധ്യത കുറവായിരിക്കും. മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചായിരിക്കും ചിന്തിക്കാനുള്ള സാധ്യത. പിന്നീട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, അതായത് മാർച്ച് ആദ്യവാരത്തോടു കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അവിടെ അല്ലെങ്കിൽ ആ സമയത്ത് പാർട്ടി ഒറ്റക്കെട്ടായി ഇടതുമുന്നണി ഒറ്റക്കെട്ടായി പോകും എന്ന് പ്രതീക്ഷിക്കാം.